കേരളത്തിന് പുറത്തു നിന്ന് നാം കേട്ട് പരിചയിച്ച ഒരു വാർത്തയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ബി.ജെ.പി. പ്രവേശനം. എന്നാൽ ഇന്ന് കേരളത്തിൽ അത് നിത്യവാർത്തയായി മാറിയിട്ടുണ്ട്. കെ സുധാകരന്റെ പാർട്ടിയിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് ആളുകൾ പോയിട്ടില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ബി.ജെ.പി. നേതൃത്വത്തിന്റെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയാണോ കെ സുധാകരൻ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം സ്വീകരിച്ചത് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. പത്മജയ്ക്ക് പിന്നാലെ ഇന്നലെയും ഇന്നുമായി 5 കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. ഇന്നലെ കോൺഗ്രസ് സേവാദൾ മഹിളാ വിഭാഗത്തിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അജിതകുമാരിയാണ് ബി.ജെ.പിയിൽ ചേർന്നത്. ആ വാർത്ത ഇങ്ങനെ: കോൺഗ്രസ് നേതാവ് അജിതകുമാരി ബി.ജെ.പിയിൽ ചേർന്നു, കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. ബി.ജെ.പിയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. കോൺഗ്രസ് സേവാദൾ മഹിള തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സജീവ കോൺഗ്രസ് പ്രവർത്തകയുമായ വെങ്കോട് അജിതകുമാരി ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൽ നിന്നുമാണ് അജിതകുമാരി ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസിനുള്ളിൽ കാലാകാലങ്ങളായി വനിതാ പ്രവർത്തകരോടുള്ള അവഹേളനമാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിക്കാനുള്ള കാരണമെന്ന് അജിതകുമാരി വ്യക്തമാക്കി. എന്നാൽ ഇന്ന് മുൻ DCC സെക്രട്ടറിയും കേരള സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷയുൾപ്പെടെ 4 പേരാണ് കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിൽ പോയി ചേർന്നത്. ആ വാർത്ത ഇങ്ങനെ: പത്മിനി തോമസും മുൻ DCC ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിൽ ചേർന്നു. തിരുവനന്തപുരം: കേരള സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസും തലസ്ഥാന നഗരിയിലെ കോൺഗ്രസ് നേതാക്കളും ബി.ജെ.പിയിൽ ചേർന്നു. തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന തമ്പാനൂർ സതീഷ്, ഉദയൻ, കേരള സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസ്, മകൻ ഡാനി ജോൺ സെൽവൻ എന്നിവരാണ് ഇന്ന് തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി അംഗത്വം സ്വീകരിച്ചത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതുതായി പാർട്ടിയിൽ ചേരാനെത്തിയവരെ സ്വീകരിച്ചത്. തമ്പാനൂർ സതീഷ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നെന്നും വ്യക്തമാക്കിയ അദ്ദേഹം CPM-ലേക്കോ ബി.ജെ.പിയിലേക്കോ പോകില്ലെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് കെ സുരേന്ദ്രനൊപ്പം കാറിൽ എത്തിയപ്പോഴാണ് ഇദ്ദേഹം ബി.ജെ.പിയിൽ ചേരുകയാണെന്ന് വ്യക്തമായത്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേരുമ്പോൾ ഇനിയും നിരവധി പേര് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞത് വെറുതെയായിരുന്നില്ല എന്നതാണ് ഇതിലൂടെ ബോധ്യപ്പെടുന്നത്. പണവും അധികാരവും അന്വേഷണ ഏജൻസികളെയും കാണിച്ച് കേരളത്തിലെ കോൺഗ്രസിനെയും ബി.ജെ.പി. വിലക്കു വാങ്ങുന്നു എന്നതാണ് ഇതിലൂടെ ബോധ്യപ്പെടുന്നത്. വളരെ അപകടകരമായ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കേരളവും നടന്നു നീങ്ങുന്നത്. മതേതര വിശ്വാസികൾ ഇനിയും സംഘപരിവാറിന്റെ വർഗീയതയെയും ഫാസിസത്തെയും ചെറുക്കാൻ കോൺഗ്രസിനെ കാത്തു നിൽക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. മുസ്ലിം ലീഗിലെ ചിലർക്ക് കോൺഗ്രസിന്റെ ഈ മൃദു ഹിന്ദുത്വ സമീപനം അപകടം ചെയ്യുന്നതായി തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ഒരു പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നുണ്ടെന്നും അതിൽ ലീഗിനുള്ള പരാതി കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും അറിയിച്ചിട്ടുണ്ടെന്നും പറയുന്നത്. ഇടതുപക്ഷം കഴിഞ്ഞ കുറേ കാലമായി ചൂണ്ടിക്കാണിക്കുന്ന അപകടമായിരുന്നു ഇത്. എന്നാൽ ആ അപകടത്തെ ഈ നിമിഷം വരെ ആ രീതിയിൽ കാണാൻ ലീഗിനുമായിട്ടില്ല. കോൺഗ്രസ് സമ്പൂർണമായിട്ട് ബി.ജെ.പിയിൽ ലയിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ? ചിന്തിക്കേണ്ടത് ലീഗ് മാത്രമല്ല, രാജ്യത്തെ മതേതര വിശ്വാസികൾ കൂടിയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.